സിവിൽ സർവീസസ് പരീക്ഷ, അതുപോലെ തന്നെ കേരള PSCയുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഡിഗ്രി ലെവലിലെ മറ്റു പരീക്ഷകൾ, ഇവിടെയൊക്കെ റാങ്ക് മേക്കിംഗ് ആയി ചോദ്യം വരാൻ പോകുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ട്രംപിന്റെ എക്കണോമിക് പോളിസീസ്. ട്രംപിന് വട്ടാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പുള്ളിക്ക് ആക്ച്വലി കുറച്ച് വട്ടുണ്ട്, അത് ഈ ക്ലാസ് കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രംപിന്റെ എക്കണോമിക് പോളിസീസിനെ പറ്റിയാണ്. അതിൽ റെസിപ്രോക്കൽ ടാക്സേഷൻ എന്ന് പറയുന്ന എക്കണോമിക്സിലെ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് എക്കണോമിക് ഹിസ്റ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, അല്ലെ? അതിന് മുമ്പ് ഒരു ഇന്റർവാർ പീരീഡ് ഉണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും നടുക്കുള്ള ഒരു പീരീഡ്. ആ പീരീഡിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ കറണ്ട് അഫയേഴ്സുമായി ലിങ്ക് ചെയ്ത് നമ്മൾ പഠിക്കും. മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് ഇത്തരത്തിലുള്ള പഠനമാണ് ഇനി മുതലുള്ള എക്സാംസിൽ, അത് സിവിൽ സർവീസിനോ കേരള PSC ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രത്യേകിച്ചും റാങ്ക് അടിക്കാൻ ഈ ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ക്ലാസ്സുകൾക്കും രാവിലെയുള്ള ഫ്രീ മോക്ക് ടെസ്റ്റിനും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ഫാമിലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നേരെ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ന്യൂസിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം എന്താണ്? റെസിപ്രോക്കൽ ടാക്സേഷൻ. റെസിപ്രോക്കൽ ടാക്സേഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് റെസിപ്രോക്കൽ ടാക്സേഷൻ എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു ചരിത്രം നമുക്ക് പഠിച്ചാലോ? കാരണം ചരിത്രം പഠിക്കുമ്പോഴാണ് ഭാവിയെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. എപ്പോഴും ഹിസ്റ്ററി എന്നൊരു സബ്ജക്ട് പഠിക്കുന്നതിന്റെ ബ്യൂട്ടി അതാ. ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്മൂത്ത് ഹാവ്ലി ടാരിഫ് ആക്ട് എന്നൊരു ആക്ട് 1930s അമേരിക്കയിൽ പാസ്സാകുന്നുണ്ട്. 1930s, അത് ലോക ചരിത്രത്തിൽ ആ വർഷത്തിന് എന്താ പ്രത്യേകത? നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യങ്ങളൊന്ന് ഗ്രേറ്റ് ഗ്ലോബൽ എക്കണോമിക് ഡിപ്രഷൻ. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പായിട്ട് ലോകം മുഴുവൻ സാമ്പത്തിക യുദ്ധം കാരണം എല്ലാം തകർന്നടിഞ്ഞു. ആ തകർന്നടിഞ്ഞ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ പരാധീനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയി. ആ ഒരു പീരീഡിനെയാണ് ദ ഗ്ലോബൽ എക്കണോമിക് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. 1929, 1939 ആ ഒരു പീരീഡിലാണ് സംഭവിക്കുക. ഇതിൽ നിന്ന് ലോകം കരകയറുന്നത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത്. അപ്പൊ എന്താ ഫാക്ടറി പ്രൊഡക്ഷൻസ് കൂടി, അത് മറ്റൊരു ടോപ്പിക്കാണ്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു സമയത്ത് അമേരിക്ക ഇതുപോലെ ഒരു ഉഡായിപ്പ് നിയമം കൊണ്ടുവന്നിരുന്നു. അതായത് സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അമേരിക്ക എക്സ്ട്രീംലി ഹൈ എമൗണ്ട് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്തു. ടാക്സ് എന്ന് പറയുമ്പോൾ താരിഫ് എന്നൊരു ലെവലിൽ നമ്മൾ നോക്കണം. താരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് രാജ്യങ്ങൾ എയും ഉണ്ട് ബിയും ഉണ്ട്. എ ബിയിലേക്ക് ഒരു സാധനം കയറ്റി അയക്കുമ്പോൾ ബി എയുടെ മുകളിൽ ഒരു ടാക്സ് ചുമത്തും, ഒരു ചുങ്കം ചുമത്തും. അതാണ് നമ്മൾ പൊതുവെ ഇമ്പോർട്ട് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്മൂത്ത് ഹാവ്ലി താരിഫ് ആക്ട് അണ്ടറിൽ അമേരിക്ക ഇത്തരത്തിലുള്ള ഇമ്പോർട്ട് ടാക്സ് അതിഭീകരമായി കൂട്ടി. ഇപ്പം ട്രംപ് കാണിച്ച അതേ അബദ്ധം പണ്ടും അമേരിക്കക്കാർ കാണിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ടാക്സ് കൊടുത്തത്. യൂറോപ്യൻ യൂണിയന് എന്തെങ്കിലും ഒരു സാധനം അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അമേരിക്ക അത് ഭീകരമായിട്ടുള്ള ടാക്സ് ആണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അന്നും യൂറോപ്യൻ യൂണിയൻ അത് തിരിച്ചടിച്ചിരുന്നു. യൂറോപ്പിലെ പല കൺട്രികളും തിരിച്ചടിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ എന്നല്ല, യൂറോപ്പിലെ രാജ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ മുകളിലുള്ള ടാക്സ് അമേരിക്ക പണ്ടും ചുമത്തിയിട്ടുണ്ട്. പണ്ടും അമേരിക്കക്ക് തിരിച്ചടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ സംഭവിച്ചതുപോലെ തന്നെ അന്നും ഇത് അമേരിക്കക്ക് വലിയ ലാഭത്തിനേക്കാൾ കൂടുതൽ നഷ്ടമാണ് അമേരിക്കക്ക് ഉണ്ടാക്കിയത്. ഈ ചരിത്രം പഠിക്കാതെയാണ് ട്രംപ് ഇന്നും എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ താരിഫ് റേറ്റ് കൂട്ടുന്നത്. അവിടെയാണ് നമ്മുടെ ടോപ്പിക് ആരംഭിക്കുന്നത്. അതായത് വളരെ റീസെന്റ് ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം April 2 ലിബറേഷൻ ഡേ ആയിട്ട് അങ്ങ് ആഘോഷിച്ചു. ലിബറേഷൻ ഡേ എന്ന് വെച്ചാൽ എന്താ? അമേരിക്ക ലിബറേറ്റഡ് ആയ ദിവസം. ഇത്രയും കാലം അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ ഫേവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് അമേരിക്ക സ്വയം നഷ്ടം അനുഭവിക്കുകയായിരുന്നു. ഇനി മുതൽ അതില്ല. നമ്മൾ നമ്മുടെ ടാക്സ് റേറ്റ്സും കൂട്ടാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് April 2 ലിബറേഷൻ ഡേ ആയിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു. ആക്ച്വലി April 1 പ്രഖ്യാപിക്കുന്നതായിരുന്നു നല്ലത്. ഫൂൾസ് ഡേ ആണല്ലോ. അത്രയ്ക്ക് മണ്ടൻ തീരുമാനമായത്. ഇനി നമുക്കിത് ഇന്ത്യൻ ഹിസ്റ്ററിയോട് ഒന്ന് ലിങ്ക് ചെയ്താലോ? ഇന്ത്യയിൽ ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞ ഏത് ദിവസമാണ്? കമന്റ് ചെയ്തേ, ഒരു ക്ലൂ തരാം. ഇന്ത്യയിൽ ലിബറേഷൻ ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോവ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യ തിരിച്ചു പിടിക്കുന്ന ദിവസത്തെയാണ് ഇന്ത്യൻ ലിബറേഷൻ ഡേ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഏത് ഡേറ്റ് ആണ്, തീയതി കൃത്യമായിട്ട് കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ലിബറേഷൻ ഡേ. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഫാക്ട് ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി നമ്മൾ കണ്ടു. ഇതിന് നമുക്ക്
ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു ഇന്റർവാർ പീരീഡ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷന് മുമ്പ് നമുക്ക് ചോദ്യം തോന്നുന്നു, ഇനിയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ചരിത്രം പഠിക്കാതെയാണ് ട്രംപ് പോയിരിക്കുന്നത്. അപ്പൊ ഇനിയാണ് നമ്മുടെ കോർ ടോപ്പിക്, നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ടാക്സേഷൻ എന്ന മേഖലയിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താ? ട്രംപ് ലിബറേഷൻ ഡേ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ അമേരിക്ക എങ്ങനെ ലോക പോലീസ് ആയത് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ അങ്ങ് ലോക പോലീസ് ആവുമല്ല, അമേരിക്ക മറ്റു രാജ്യങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ കേസ് തന്നെ, ഇന്ത്യക്ക് അമേരിക്ക പണ്ട് ചുമത്തിരുന്ന വളരെ ചെറിയ ടാക്സ് റേറ്റാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കയുടെ തോന്നിവാസങ്ങളൊക്കെ പലപ്പോഴും സഹിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അമേരിക്ക ലോക പോലീസ് ആയത് വെറുതെ ഒന്നുമല്ല. അമേരിക്ക അത്തരത്തിൽ പല കൺസെഷൻസും പല ഡിസ്കൗണ്ട്സും മറ്റു രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കയെ കൊണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ കേസാണെങ്കിൽ പോലും നമുക്ക് ട്രേഡ് സർപ്ലസ് അമേരിക്കയുമായിട്ട്. അപ്പൊ നല്ല സാമ്പത്തിക നേട്ടം നമുക്കൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തിരി അഹങ്കാരം കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അമേരിക്ക കുറച്ച് ലോക പോലീസ് കളിക്കുമ്പോഴും മറ്റു രാജ്യങ്ങൾ കണ്ണടച്ച് കൊടുക്കുന്നത്. അത് അമേരിക്ക പേടിച്ചിട്ടല്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ട്രംപ് ഈ പോളിസി എടുത്ത മാറി. ഇപ്പോഴത്തെ ട്രംപിന്റെ നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക വലിയ സംഭവമാണ്, അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരം റിലാക്സേഷൻസ്, കൺസെഷൻസ്, ഔദാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും മറ്റു രാജ്യങ്ങൾ അമേരിക്ക അനുസരിച്ചോളൂ എന്നാണ് ട്രംപിന്റെ വിചാരം. അതിപ്പോ മണ്ടത്തരമാണെന്ന് മനസ്സിലായി. കാര്യം അദ്ദേഹം ഇമ്പോസ് ചെയ്ത പല ടാക്സ് റേറ്റ്സ് അദ്ദേഹം കുറച്ചു കാലത്തേക്ക് മരവിപ്പിച്ചല്ലോ, എക്സെപ്റ്റ് ഫോർ ചൈന. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിന്റെ ഭാഗമായി ട്രംപ് എന്ത് ചെയ്തു? എല്ലാ രാജ്യങ്ങൾക്കും ഒരു ബേസ് ലൈൻ താരിഫ് അങ്ങ് ഡിക്ലെയർ ചെയ്തു. ബേസ് ലൈൻ താരിഫ് മീൻസ് പണ്ടൊക്കെ അമേരിക്കയിലേക്ക് നമുക്ക് എന്തെങ്കിലും കയറ്റി അയക്കണമെന്നുണ്ടെങ്കിൽ 2.5% ഏകദേശം അത്രയൊക്കെ ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇനി മുതൽ മിനിമം 10%. ബേസ് ഇത് യൂണിവേഴ്സ് ആയിട്ട് മിനിമം 10% ടാക്സ് എല്ലാവർക്കും ഇമ്പോസ് ചെയ്തു. ഇതിനോടൊപ്പം അമേരിക്കയുമായി ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങൾ, ട്രേഡ് സർപ്ലസ് മീൻസ് ഇപ്പം രാജ്യം എയും ഉണ്ട് ബിയും ഉണ്ട്, അവർക്കിടയിൽ എക്സ്പോർട്ടും ഉണ്ട് ഇമ്പോർട്ടും ഉണ്ട്. പക്ഷെ എപ്പോഴും എക്സ്പോർട്ട് കൂടി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. മനസ്സിലായല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു കച്ചവടക്കാരനാണ്, നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വിൽക്കുന്നതാണോ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതാണോ നിങ്ങളുടെ കച്ചവടത്തിന് നല്ലത്? സെല്ല് ചെയ്യുമ്പോഴേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ സെല്ല് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് സർപ്ലസ് കിട്ടും. കുറച്ച് ഇമ്പോർട്ടിനെക്കാട്ടും കൂടുതൽ എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് സർപ്ലസ് കിട്ടും. ഇത്തരത്തിൽ അമേരിക്കയുമായി ട്രേഡ് സർപ്ലസ് ഉള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് അദ്ദേഹം എന്ത് ചുമത്തി എന്നറിയോ? റെസിപ്രോക്കൽ ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ടാക്സേഷൻ ചുമത്തി. റെസിപ്രോക്കൽ ടാക്സേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ അമേരിക്ക ഒരു രാജ്യത്തിന് മുകളിൽ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് ആ രാജ്യം അമേരിക്കക്ക് ചുമത്തുന്ന നികുതിയുടെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിററിംഗ് എന്നാണ് പലരും യൂസ് ചെയ്യുന്നത്. മിറർ ആയിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഇന്ത്യക്ക് വളരെ തുച്ഛമായ ടാക്സേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അമേരിക്ക ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ടാക്സ് നമ്മൾ വാങ്ങിച്ചിരുന്നു. പക്ഷെ അമേരിക്ക അത്രയും ടാക്സ് വാങ്ങിച്ചിരുന്നില്ല. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷെ ഇനി മുതൽ നടക്കത്തില്ല. ഇന്ത്യ എത്ര രൂപയാണോ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, എത്ര ശതമാനമാണോ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, അതിന് തത്തുല്യമായിട്ടുള്ള ടാക്സ് ആയിരിക്കും അമേരിക്ക ഇമ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു 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 ട്വിസ്റ്റ് ഉണ്ട്. സപ്പോസ് ഇന്ത്യ 30% ടാക്സ് ഇമ്പോസ് ചെയ്യുന്നിരിക്കട്ടെ, അമേരിക്ക തിരിച്ച് ഇമ്പോസ് ചെയ്യുന്നത് 30% ആയിരിക്കത്തില്ല. റെസിപ്രോക്കൽ ടാക്സേഷന്റെ കാൽക്കുലേഷൻ വേറെ ലെവലാണ്, ഈക്വൽ അല്ല, അത് കുറച്ച് വേറെ ലെവലാണ്. ഇത് പല പല ഫാക്ടേഴ്സ് കൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് അവിടെ വരുന്നത്. ഈ ടാക്സ് നിശ്ചയിക്കുന്നത് ടാരിഫ് മാച്ചിങ്, അതിനകത്ത് ഒരു കമ്പോണന്റ് മാത്രം. അതായത് ആ രാജ്യം അമേരിക്കയ്ക്ക് മുകളിൽ എത്ര ശതമാനം നികുതി ചുമത്തുന്നുണ്ട്, അത് ഒരു ഫാക്ടർ മാത്രമാണ്. ആ രാജ്യത്തിലെ എക്സ്പോർട്ട് മൊബിലിറ്റിയിൽ എത്ര രൂപ അവിടുത്തെ ആൾക്കാർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്, അത് മറ്റൊരു ഫാക്ടറാണ്. പിന്നെ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്സ്. ഇപ്പം ഇന്ത്യ പോലെയുള്ള പാവപ്പെട്ട രാജ്യങ്ങൾക്ക് അമേരിക്ക കുറച്ച് റിലാക്സേഷൻസ്, കുറച്ച് ഔദാര്യം എന്ന് ട്രംപ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ തോത് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റെസിപ്രോക്കൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു 20% ടാക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെസിപ്രോക്കൽ ടാക്സ് 20% ആയിരിക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഈ ഫാക്ടേഴ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അമേരിക്കയാണ് ഫിക്സ് ചെയ്യുന്നത്. അതിന്റെ കാൽക്കുലേഷൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഇതാണ് റെസിപ്രോക്കൽ ടാക്സേഷൻ. ചുരുക്കി പറഞ്ഞാൽ ടാക്സ് റേറ്റ് കൂട്ടുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് സ്മൂത്ത് ഹാവ്ലി താരിഫ് ആക്ടിൽ. അന്ന് പറ്റിയ അതേ അമളി തന്നെ ട്രംപിന് ഇപ്പോഴും പറ്റാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഇന്ത്യയെ ഇത് ഏത് രീതി ഇമ്പാക്ട് ചെയ്യുമോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് നിങ്ങളിപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഡിഗ്രി ലെവൽ പോസ്റ്റിലേക്ക് ആയിരുന്നു. ആ അവസരത്തിൽ നിങ്ങൾ പോളിസി ഫോർമുലേഷന്റെ ഭാഗമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ത്യയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻസ് എന്ത്, അതൊക്കെ കണ്ടെത്താനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇന്ത്യ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആത്മനിർഭർ ഭാരത് സ്കീമൊക്കെ ഉണ്ടല്ലോ, മേക്ക് ഇൻ ഇന്ത്യ സ്കീമൊക്കെ, ഇതൊക്കെ നന്നായിട്ട് സഫർ ചെയ്യും. ബിക്കോസ് എക്സ്പോർട്ട്, ഇന്ത്യക്ക് കുറെ കാര്യങ്ങൾ കയറ്റി അയക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ സക്സസ്ഫുൾ ആവുള്ളൂ. പക്ഷെ അമേരിക്കയിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിൽ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നു. ഗോൾഡ് അല്ലെങ്കിൽ പ്രഷ്യസ് ജുവലേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ് ഒക്കെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് ടാക്സ് റേറ്റ് കൂടി. എപ്പോഴും വില കുറഞ്ഞിരിക്കുമ്പോഴല്ലേ കസ്റ്റമേഴ്സ് വാങ്ങിക്കാൻ നോക്കത്തുള്ളൂ. അപ്പൊ അമേരിക്ക ടാക്സ് റേറ്റ് കൂട്ടിയത് കൊണ്ട് ഇന്ത്യയുടെ പ്രോഡക്ട്സിന് ഇപ്പൊ അവിടെ കുറച്ച് വില കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ സെയിൽസിനെ ബാധിക്കും, ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ അത് ബാധിക്കും. പക്ഷെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, എല്ലാവർക്കും ടാക്സ് ചുമത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇന്ത്യയുടെ കേസിൽ 26% മുതൽ 27% വരെ ടാക്സ് ചുമത്തിയിട്ടുള്ളൂ. ചൈനയ്ക്കൊക്കെ നല്ല ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മുകളിൽ കൊടുത്തിട്ടുള്ള ടാക്സ് കുറവാണ്. അപ്പൊ മറ്റ് രാജ്യങ്ങളെ കാട്ടി ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആർക്കുണ്ട്? നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം യൂറോപ്യൻ യൂണിയൻ, കാനഡ ഭയങ്കര അടുത്ത്, കാനഡയും യൂറോപ്യൻ യൂണിയൻ ചൈനയും ഒക്കെ ട്രംപിനെതിരായിട്ട് ഘോരം പ്രസംഗിക്കുമ്പോഴും നമ്മുടെ മോദിജി അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധര് മിണ്ടാതിരിക്കുവാണ്. എന്തുകൊണ്ടാ? മറ്റേ ഏതോ സിനിമയില്, മറ്റേ കൊച്ചിൻ ഹനീഫ ഡയലോഗ് വരെ, പൊട്ടനും പോയി ബോട്ടും ചെട്ടി ഹൈലസ് എന്ന് പറയുന്ന പോലെ, ബാക്കിയുള്ളവർക്ക് പണി കിട്ടുന്നുണ്ട്, നമുക്കും പണി കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന പണി കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ട്. ഇത് ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഗാർമെന്റ്, ഫാർമസ്യൂട്ടിക്കൽസ് നോക്കിയാൽ. കാര്യം ഇവിടെയൊക്കെ നമ്മുടെ പ്രധാന കോമ്പറ്റീറ്റീവ്സ് ആരൊക്കെയാണെന്ന് അറിയോ? വിയറ്റ്നാമും ചൈനയും ഒക്കെയാണ്. അവർക്ക് അതിഭീകരമായ ടാക്സ് ആണ് അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടാക്സ് റേറ്റ് കുറവാണ്. അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ, ഇന്ത്യയുടെ കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കാര്യം അമേരിക്ക ഇതൊക്കെ എക്സ്പോർട്ട് ഡിപ്പെൻഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ചൈനയുടെ, വിയറ്റ്നാമിന്, ഇന്ത്യയുടെ പ്രോഡക്റ്റിന് നികുതിയുണ്ട്. പക്ഷെ ചൈനയുടെ, വിയറ്റ്നാമിനേക്കാൾ ടാക്സ് കുറവാണ് നമ്മുടെ പ്രോഡക്റ്റിന്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന് സ്വാഭാവികമായിട്ട് വില കുറവായിരിക്കും. അപ്പം ജനങ്ങൾ കൂടുതൽ ഏത് വാങ്ങിക്കും? നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കും. വിയറ്റ്നാമൊക്കെ നല്ല കോമ്പറ്റീറ്റേഴ്സ്. അവരുടെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ അടിച്ചു നിൽക്കാൻ ഒരു അവസരം ഇപ്പൊ ട്രംപായിട്ട് തന്നിരിക്കുകയാണ്. ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് API എന്ന് പറയും, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ചൈനയാണ്. ഈ ചൈനയുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ മരുന്നുണ്ടാക്കുന്നതിന് ചൈനയുടെ API ഉപയോഗിച്ചിട്ടാണ്. അതാണ് നമ്മൾ അമേരിക്കയിൽ കയറ്റി അയക്കുന്നത്. ഇവിടെ ചൈനയ്ക്ക് നല്ല ടാക്സ് റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ മരുന്നിന് അവിടെ വില കുറവായിരിക്കും കമ്പയറിംഗ് ടു ചൈനാസ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ ഇതൊക്കെ നമ്മളെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗ്ലോബൽ എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡൈനാമിക്കാണ്. നമ്മൾ ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവസാന സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എല്ലാം ഉൾട്ടയാവും. അതാണ് 1929 എക്കണോമിക് ഡിപ്രഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ? നിങ്ങളൊരു ബ്യൂറോക്രാറ്റിക് മൈൻഡ് വെച്ച് ചിന്തിക്കുക, എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? നമുക്ക് ഇന്ത്യക്ക് എങ്ങനെയാണ് സിറ്റുവേഷനിൽ കൂടുതൽ എന്താ പറയാ മെച്ചമുണ്ടാക്കാൻ സാധിക്കുന്നത്? കാര്യം എല്ലാ ചലഞ്ചസിന്റെ പുറത്തും ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ ഒരു ചോദ്യം വന്നേക്കാം, എങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നത്? കമന്റ് ചെയ്യാം. അപ്പോൾ ഒപ്പീനിയൻ ഫോർമേഷൻ നമ്മൾ നടത്തിക്കൊണ്ട് പോകണം. ഇനി വരാൻ പോകുന്ന എക്സാംസിന് അത് ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, ഈ രീതിയിൽ ഒപ്പീനിയൻ ലെവലിലായിരിക്കും ചോദ്യങ്ങൾ വരിക. നമുക്ക് കൃത്യമായിട്ടും അനലൈസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സസിലേക്ക് വരാം. അഫോർഡബിൾ കോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. KS-നും സെക്രട്ടേറിയറ്റിനും ഒക്കെ ഉണ്ട്. ഫ്രീ യൂട്യൂബ് വീഡിയോസും യൂട്യൂബിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, ബൈ.